ഹലോ, ദീപുമാമൻ വെറും കള്ളനാ. ഇന്നലെ സർക്കസിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അയ്യോ, ദീപുമാമൻ അത് മറന്നുപോയി മോളെ. മോളുടെ സ്കൂൾ ബസ് ദൂരെ വന്നില്ലേ? സമയം ആവുന്നല്ലേ ഉള്ളൂ, ഇപ്പൊ വരും. അമ്മേടെ ദീപുമാമൻ വന്നു. കേട്ടോ ദീപുമാമ, ഞങ്ങളുടെ ക്ലാസ്സിൽ ടോണി പോൾ പറയാ ദീപുമാമന്റെ മാർബിൾ ഷാപ്പിൽ ഭയങ്കര കഴുത്തറപ്പാണെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ശരിയാന്ന്. അങ്ങനെയാണോ പറയേണ്ടത്? എന്നാ നിന്റെ ടോണി പോളിനോട് പറ, അങ്കിളിന് ഫ്രീ ആയിട്ട് മാർബിൾ തരാനേ രാജസ്ഥാനിൽ എന്റെ വല്യപ്പന്മാരും ഇല്ലെന്ന്. ഒരു ടോണി പോളേ. ഹലോ 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 ഹലോ. അയ്യോ, എന്റെ മക്കൾക്ക് ആരാ പൗഡർ ഇട്ട് തന്നത്? അല്ല നീ വല്ല ചാരക്കുഴിയിലും പോയി വീണോ? എടാ, നിന്നെ ഞാൻ കാലത്ത് അങ്ങോട്ട് വിളിച്ചിരുന്നു. എന്താ വിശേഷിച്ച്? ഇവിടുത്തെ ഗ്യാസ് തീർന്നു പോയി. എന്റെ ഗ്യാസും ഏകദേശം തീരാറായി. തമാശകള. ആ ഗ്യാസുകാരൻ പറഞ്ഞു തൽക്കാലം ഡോർ ഡെലിവറി പറ്റില്ലാന്ന്. നീ ആ കുറ്റി കൊണ്ടുപോയി ഒന്ന് മാറ്റിയെടുത്തോണ്ട് വാ. അമ്മേ, ഇന്നെങ്കിലും സർക്കസിന് കൊണ്ടുപോകാൻ ദീപുമാമനോട് പറ. ചേട്ടാ, നിങ്ങളെയൊക്കെ സർക്കസ് കാണിക്കാനും ഗ്യാസ് കുറ്റി മാറ്റാനും ഒരു പൊണ്ണത്തടിയും നിങ്ങളുടെയൊക്കെ അച്ഛനില്ലേ ഇവിടെ? അങ്ങേരോട് പോയി പറ. ഹലോ ദീപു. അയ്യോ, വിജയേട്ടനുണ്ടായിരുന്നു ഇവിടെ. ജീപ്പ് ഇതുവരെ വന്നില്ല. ദീപു എന്നെ ഉദ്ദേശിച്ചാണോ പൊണ്ണത്തടിയനെന്ന് പറഞ്ഞത്? ചേച്ചേ, അയ്യേ, എന്താ ഇവൾക്ക് സർക്കസ് കാണണമെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറയായിരുന്നു, സർക്കസിനകത്തൊരു പൊണ്ണത്തടിയനുണ്ട്, ഭയങ്കര തടിയാ, വെയിറ്റ് ലിഫ്റ്ററാ. ദീപുമാമൻ നുണ പറയണ്ട, അച്ഛനെ തന്നെയാ പൊണ്ണത്തടിയെന്ന് വിളിച്ചത്. ദൈവം അടി വെച്ചെന്നുണ്ടല്ലോ. സത്യം പറയുന്ന കുട്ടികളെ തല്ലരുത് ദീപു, ടേക്ക് ഇറ്റ് ഈസി. പിന്നെ ഞാൻ പൊണ്ണത്തടിയനാണെങ്കിൽ ഈ നിൽക്കുന്ന ദീപുവിന്റെ സഹോദരി വാസന്തി എന്ത് വിളിക്കും? പൊണ്ണത്തടിച്ചു തന്നു. ഓ പിന്നെ എനിക്ക് നിങ്ങളുടെ അത്ര തടിയൊന്നുമില്ല. എങ്കിൽ ആ വേയിങ് മെഷീൻ എടുക്ക്. നിനക്ക് എന്നെക്കാൾ 5 കിലോ കൂടുതലില്ലെങ്കിൽ ആ നിമിഷം ഞാൻ എന്റെ തൊപ്പി വരും. നിങ്ങളുടെ തൊപ്പി അല്ലെങ്കിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കോളൂ. അതെന്ത് പറ്റി ചേച്ചി? എന്ത് പറ്റാൻ? വല്ല കള്ളന്മാരെയോ കൊള്ളക്കാരെയോ പിടിക്കാൻ മേലേന്ന് ഉത്തരവ് വന്ന ഉടനെ പനിയാണെന്ന് പറഞ്ഞ് മുറിക്കാ തീറി ഒളിച്ചിരിക്കും. സിക്ക് ലീവ്. വാസന്തി, മൈൻഡ് യുവർ വേർഡ്സ്. ദീപുവിന് അറിയാമോ, ഇന്നലെ രാത്രിയിലും DIG എന്നെ വിളിച്ചിരുന്നു. തൊപ്പി ഊരുന്ന കാര്യം പറയാനായിരിക്കും. Shut up. DIG എന്നെ അഭിനന്ദിക്കായിരുന്നു. പാണത്തൂർ കൊലക്കേസിൽ അതിവിദഗ്ധമായില്ലേ ഞാൻ തുമ്പുണ്ടാക്കിയത്? അത് മറ്റു വല്ലവരും ഉണ്ടാക്കിയ തുമ്പിന്റെ തുമ്പെ കയറി പിടിച്ചതായിരിക്കും. അതെ, ബസ് വന്ന് ഓടിക്കോ. ഓക്കെ ഓക്കെ, ബൈ. അയ്യോ, സമയം പോയി, ഗ്യാസ് കുറ്റി എടുക്കട്ടെ. ആത്മധൈര്യമാണ് ഒരു പോലീസുകാരന്റെ ശക്തി. സ്വന്തം ഭാര്യ തന്നെ അത് ചോർത്തിക്കളയരുത്. ഇല്ലാത്തതൊന്നും ചോർത്തിക്കളയാൻ ഒരു ഭാര്യയ്ക്കും സാധിക്കില്ല. വൈകിപ്പോയോ? എത്ര പറഞ്ഞാലും നീ കേക്കില്ല. ഈ തിരക്കിനിടയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ചു വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ചേച്ചി ഒരാൾ മാത്രമേ ഇതൊക്കെ പറയാറുള്ളൂ. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? അറിയാം. എന്നൊന്ന് പറഞ്ഞേ. ഒരു ദിവസം ഒരിക്കലെങ്കിലും നിനക്ക് ഇവിടെ വരണം. ചുമ്മാ വരുന്നതിൽ നല്ലതല്ലേ ഒരു കാര്യത്തിന് വരുന്നത്. എങ്ങനെ മനസ്സിലാക്കിയത്? നീ തന്നെ പറഞ്ഞിട്ട്. ആണോ? എന്താടി ദീപമാമനെ കണ്ടിട്ട് നിനക്കൊരു മൈൻഡ് ഇല്ലാത്തത്? ഞാനൊരു പ്രോബ്ലത്തിൽ കുഴഞ്ഞിരിക്കുക. എന്ത് പ്രോബ്ലം? ഇൻ എ തിയേറ്റർ, seats are arranged in 20 rows. Each row contains 3 seats more than the numbers of the seats in the immediate front row. If there are 12 seats in the first row, find the total number of the seats in the theater. ഇതിലെന്താ ഇത്ര വലിയ പ്രശ്നം? ഫോർമുല അറിയില്ലേ? കണ്ണു തുറപ്പിക്കണ്ട, എഴുത്. നമ്പർ ഓഫ് റോസ് n ഇടാം. ടോട്ടൽ റോ എത്രയാ? 20. ഓക്കെ, അപ്പോ n is equal to 20. ഇനി കോമൺ ഡിഫറൻസിന് d എന്ന് എഴുത്. d എത്രയാ? 3. ഓക്കെ, ഇനി ഫസ്റ്റ് റോയ്ക്ക് a എന്ന് എഴുത്. ഫസ്റ്റ് റോയിൽ എത്രയാ സീറ്റ്? 12. അപ്പോ a is equal to 12. ഇനി ടോട്ടൽ സീറ്റ്സ് കാണണം. n/2 into 2a plus n minus 1 into d. പിടികിട്ടിയാ? സ്വാമി ശരണം. ഇനി ഓരോന്നിനെ വാല്യൂ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ചായ. 10ാം ക്ലാസ്സിൽ ഇവൾക്ക് മാത്സിന് നല്ല ട്യൂഷൻ വേണ്ടി വരും ചേച്ചി. ബേസിക്സ് ഒന്നും അറിയില്ല. അതൊക്കെ അറിയാം. പിണ്ണാക്ക് അറിയാം. ബാലേട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്റെ ഷോപ്പിലേക്ക് പോവാ. സീമ വിളിച്ചിരുന്നു. അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങുന്നു. ഓട്ടടി. മെഡ്രാസിലെ ഒരു ബ്യൂട്ടീഷ്യന്റെ ഹെർബൽ കോമ്പിനേഷനാ. നന്ദേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ കൊണ്ടുവന്നതാ. നിനക്ക് ഇത് എന്നെ ജോലിയില്ലേ? ഞാൻ മറികെ. എടി, നെൽസൺ മണ്ടേല കറുത്തിട്ടല്ലേ? മാർട്ടിൻ ലൂതർ കിങ് കറുത്തിട്ടല്ലേ? എന്തിന്? ഫുട്ബോൾ താരം IM വിജയൻ കറുത്തിട്ടല്ലേ? തൊലിയിലല്ല, കഴിവിലാണ് കാര്യം. എനിക്ക് കഴിവില്ലല്ലോ.
അപ്പൊ തൊലിയെങ്കിലും എടുത്തിരിക്കട്ടെ. ഓ നീ അതൊന്ന് തുടച്ചു കളയുന്നുണ്ടോ? കണ്ടിട്ടൊരു ഭൂതത്തിനെ പോലെ ഇരിക്കുന്നു. തലയിൽ എന്തോന്നത്? കറണ്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ദീപൂട്ടാ മതി കളിയാക്കിയത്. ഇത് മുടി ചുരുളാൻ വേണ്ടിട്ടുള്ളതാ. നിന്നോടാ പറഞ്ഞത് തുടച്ചു കളയാൻ. വാ. നീ കാലത്ത് തന്നെ അവിടെ എവിടെയൊക്കെ ഫോൺ ചെയ്തെന്തിന്? അതെ, ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോഴും ചെരുപ്പില്ല. ഉണ്ടായിരുന്ന ചെരുപ്പൊക്കെ അവിടെ നാട് വിട്ടുപോയാ? നല്ല ഹീലുള്ള 3 ചെരുപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നടക്കുമ്പോ വീഴാൻ പോകുന്നു, മറ്റവന്റെ വള്ളി പൊട്ടി. 3ാമത്തെ ചെരുപ്പ് ഇന്ന് കൊടുക്കുന്ന സാരിക്ക് മാച്ച് ചെയ്യുന്നില്ല. എന്തിനാ ചിരിക്കുന്നേ? നിന്റെ ഭർത്താവ് വല്ലപ്പോഴും മാത്രം തിരുവനന്തപുരത്ത് വരുന്ന ആളായത് അയാളുടെ ഭാഗ്യം. സ്ഥിരമായിട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ നീ കാരണം അവര് വട്ടുപിടിച്ചനെ. ദീപോടിന്റെ ഈ സ്വഭാവം കാരണം ദീപോടിന്റെ ഭാര്യയ്ക്കാ വട്ടുപിടിക്കാം. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറ. ജാനകിയമ്മേ, എനിക്കൊന്നും വേണ്ട. ഇടി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കൂടെ? ഇതെന്താ സാമ്പാറാ? അതെ. അപ്പൊ നീ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടി സാമ്പാർ കഴിച്ച കറുത്തു പോവും. അതുകൊണ്ടല്ലേ ഇക്കണ്ട ഫേഷ്യലും ക്രീമൊക്കെ ഇട്ട് തേച്ചിട്ട് നീ വെളുക്കാത്തത്. ഒന്ന് ചുമ്മാ ദീപോട്ടാ. സാമ്പാർ കഴിച്ചാ കറുത്തു പോവുത്രേ. ഇക്കാലം വരെ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ഈ അടുത്ത കാലത്തല്ലേ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചത്. അതുകൊണ്ടല്ലേ അമേരിക്കക്കാർ പോലും സാമ്പാർ ഇപ്പൊ നിരോധിച്ചത്. ആണോ? ആ, അമേരിക്ക സാമ്പാർ നിരോധിച്ചോ? നീ പത്രം ഒന്നും വായിക്കാറില്ലേ? പത്രം വായിക്കാൻ സമയം കിട്ടണ്ടേ ദീപോട്ടാ? അതാണ് കുഴപ്പം. സാമ്പാർ അമേരിക്കക്കാര് നിരോധിച്ചു എന്ന് മാത്രല്ല, അവരിപ്പോ പുളിശ്ശേരി എരിശ്ശേരി ഒക്കെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കല്ലേ. അയ്യോ, എന്നതുകൊണ്ട് കളഞ്ഞേക്കാം. ഇങ്ങനെയൊരു ജന്മം. ഓ, പുതിയ ഓഫീസർ ചാടിക്കടിക്കുന്ന ആളാണെന്നാ പറയുന്നത്. എന്തെങ്കിലും ദമ്പടി കിട്ടാനുള്ള ചാട്ടം ആയിരിക്കും. അത് നടക്കില്ല. കാരണം ഞാൻ കൃത്യമായി സെയിൽ ടാക്സ് അടയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അയാളെ കണ്ട ശരിയാവും. അപ്പൊ ഞാൻ അങ്ങനെ കാണണം. ബാലേട്ടൻ സ്ഥലത്തില്ല, ഞാൻ അങ്ങനെ ബ്രദറിലോ ആണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണം. കറക്റ്റ്. ഓക്കെ. വേണ്ടി വന്ന ചില തമാശകളും കോമഡികളൊക്കെ പറഞ്ഞ അങ്ങനെ കുപ്പിയിലിറക്കണം. കുപ്പിയിലിറക്കൊന്നും വേണ്ട. ശത്രു ആണെങ്കിൽ മിത്രമാക്കണം. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. വേറൊന്നുമില്ലോ? വേറൊന്നുമില്ല. ഓക്കെ. അപ്പൊ എങ്ങനെയാ, ഇന്നെങ്ങോട്ടും പെണ്ണ് കാണാനൊന്നും പോകുന്നില്ല? അത് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഒരു സംശയം ചോദിച്ചിട്ട് പാലട്ടാ, ഈ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ സുപ്രീം കോടതി നമ്മൾ തൂക്കിക്കൊല്ലുവോ? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇതുവരെയുള്ള ദീപുവിന്റെ ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളിയില്ല. ഇല്ല. അങ്ങനെ ഒന്നും ഉണ്ടാവുന്ന ജീവിതം എങ്ങനെയാണ് നമ്മളൊന്ന് അറിയണ്ടേ? എന്തിന്? അല്ല, ലോകത്തുള്ള സർവ്വവിധ സമൂഹങ്ങളും വിവാഹത്തെ അനുകൂലിക്കുന്നത് എന്തുകൊണ്ടാ? സർവ്വവിധ സമൂഹങ്ങളോ? പാലട്ടൻ എന്താ ഉദ്ദേശിച്ചത്? പക്ഷിമൃഗാദികളൊക്കെ തന്നെ. ഓ, അപ്പൊ ആനയും പട്ടിയും പൂച്ചയൊക്കെ എന്നെ പോലെ രാവിലെ പെങ്ങന്മാരെയും കൂട്ടി പെണ്ണ് കാണാൻ ഇറങ്ങുക? എന്തായാലും ആ സമൂഹത്തിൽ ആരും ഇന്നേ വരെ എന്നെ പോലെ പെണ്ണ് കണ്ട് മടുത്തിട്ടുണ്ടാവില്ല. അതൊരു പക്ഷെ ശരിയായിരിക്കാം. പക്ഷേ എല്ലാവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം പൂർണ്ണമാവുന്നത്. ഓഹോ, ബാലേട്ട് തുണിക്കച്ചവടക്കാരനോ അതോ ഫിലോസഫറോ? എന്തായാലും ഇനി ഈ സംഭവത്തെ കുറിച്ച് ബാലേട്ടനായിട്ട് സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ കുപ്പിയിൽ ഇറക്കിയിട്ട് ഞാൻ വിളിക്കാം. ആ, ചേച്ചി പോന്നു. മസ്കറ്റിൽ നിന്ന് സുരേഷേട്ടൻ വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു? പണി എവിടം വരെ ആയെന്ന് ചോദിച്ചു. പിന്നെ അഴുക്കുവെള്ളം തിരിച്ചു വിടുന്നതിനെ പറ്റി എന്തോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ രാത്രി വിളിച്ചോളാം. ഉം. ചേച്ചി ഇവിടെ കിടന്ന് വെറുതെ ചുറ്റിത്തിരിയുന്നതിന് മേലെ നല്ല പലകയും വീണ് തല പൊളിക്കാനോ? ലക്ഷ്മണ സാർ, ഇന്നലെ പറഞ്ഞത്രയുണ്ട്. ഞാനൊന്ന് ഷോപ്പിൽ പോയിട്ട് വരാം. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? തൽക്കാലം ഒന്നുമില്ല. ഓക്കെ.